ഇന്ന് നമ്മൾ 4 മണി സമയത്തോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ പണ്ടത്തെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. ഗോതമ്പ് ചോറ് എന്നാണ് പറയലുള്ളത്. കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഒരുപാട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാൽ പോലും ഇപ്പോഴൊക്കെ മറന്നു പോയിട്ടൊക്കെ നമ്മൾ കുറേ ആയിട്ട് ചെയ്യാതൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്, മുഴുവനായിട്ട് വരുന്നത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 300 ഗ്രാം അളവിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ അലീസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡായിട്ട് പാക്കറ്റിൽ വാങ്ങി വരുന്ന ഗോതമ്പാണ് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വരുന്നതാണ്. ഇനി തൊലിയോട് കൂടിയിട്ടുള്ളതാണെങ്കിലും ഒന്ന് ഉരലിലൊക്കെ ഇട്ടൊന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് ചോറിന് വേണ്ടി കുത്തിയെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു അരമണിക്കൂർ പ്രഷർ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുത്താൽ മതി, വെന്ത് കിട്ടിക്കോളും. പക്ഷെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 മണിക്കൂർ മുമ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുതിർത്ത് വാരിയെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പിൻ്റെ മേലേക്ക് വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് വരുമ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് ചിലപ്പോൾ അടി പിടിക്കുന്ന പ്രശ്നമുണ്ടാവും. അപ്പോൾ അതിന് മേലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും. കുതിർത്തതാണെങ്കിൽ പോലും ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് വിസിൽ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക. പാകത്തിന് വേവായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കണം കേട്ടോ. കാരണം നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയേ. ഇത് നമുക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വേവിച്ചിട്ടുള്ള പ്രഷർ കുക്കറിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ആക്കി എടുത്താലും മതി. ഇതിലേക്ക് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ഒരു 100 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ശർക്കര ചേർക്കാൻ അല്ല പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി. ഈ സമയത്ത് അത് ഒഴിവാക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയത് കുറച്ച് കൂടുതലായാലും കുറവായാലും കുഴപ്പമൊന്നുമില്ല, കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഒരു ഇത്തിരി വെള്ളമയം ഉണ്ടാവണം കേട്ടോ. വെള്ളം വളരെ കുറവാണെങ്കിൽ ഒരു ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളച്ച് വരുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകിക്കോളും. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം അപ്പോഴാണ് കറക്റ്റ് ഒരു ഗോതമ്പ് ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ബാലൻസിന് ഉപ്പ് എന്തായാലും വേണം. അപ്പം നോക്കിയിട്ട് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ഒട്ടും വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു ശർക്കര ചേർത്തിട്ടുള്ള സ്റ്റേജ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിച്ചാലും മതി കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി എടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം. എനിക്ക് കുറച്ച് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇതിൽ വരുന്നത് ഇഷ്ടം ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 4-5 എണ്ണോ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തിട്ട് കളർ മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൂടെ വരുന്ന സമയത്താണ് കറക്റ്റ് അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു ഉള്ളിയുടെ ടേസ്റ്റും കൂടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയുടെയൊക്കെ കൂടെ കോരി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പണ്ടത്തെ നൊസ്റ്റു ഫീലിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്